എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? നല്ല വെയിലല്ലേ? ഇവിടെ നോക്ക്, എല്ലാവരും സുഖമായിട്ടിരിക്കണു അല്ലേ? നല്ല വെയിലൊക്കെ ആയി. നമ്മുടെ മഴയൊക്കെ മാറി എല്ലാവർക്കും അത്യാവശ്യം പറമ്പി പണിയാനുള്ള സമയമൊക്കെ ആയില്ലേ? ഇപ്പം എൻ്റെ ഇന്നത്തെ പരിപാടി, നമ്മൾ കഴിഞ്ഞ ദിവസം കാച്ചിൽ കുറച്ച് പറിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെയും കൂടെ ബാക്കിയും കൂടെ ഒന്ന് പറിക്കണതാണ് ഇന്ന്. പറിക്കാൻ പറഞ്ഞോ? അപ്പോൾ മഴ പെയ്തപ്പോൾ അതിൽ മൊത്തം വെള്ളമായി, ഒരു ചെളി പരിവായി. പൊന്നു കൂടുമോ? ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊന്നു കൂടാമോ? ബാക്കി ഞാൻ അന്ന് താത്തി ഇതും കൂടെ മൂടി, കാരണം തന്നെ മൂടിപ്പോയി, വെള്ളമൊക്കെ വന്നേ വീണേ. പൊന്നു കൂടാങ്കി ഇങ്ങ് വാ, അമ്മയുടെ അടുത്തേക്ക് വാ. വീഴുവോ? അമ്മ പിടിക്കാം, അമ്മ പിടിക്കാം. നമ്മുടെ ഈ കാച്ചിലേ, ഞാൻ ഇത്ര നാൾ ഓർത്ത് പുഴുങ്ങാൻ മാത്രമായിരിക്കും കൊള്ളൂ, പക്ഷെ മെഴുക്കുവരട്ടി വെച്ചാൽ സൂപ്പറാട്ടോ, അടിപൊളി. ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. അയ്യടാ, കിള കൊണ്ടു പൊന്നോ, കിള അങ്ങോട്ടാണ്. ഇങ്ങോട്ടാണ്. ഇതങ്ങോട്ട് നീണ്ട് നീണ്ട് അങ്ങോട്ട് പോയേക്കുമെന്ന് തോന്നണ പോലെ. ഇവിടെ ഒരു കിള കൊണ്ടു, അവിടെ പതിയെ മുറിഞ്ഞു. വാ പൊന്നു വാ, അമ്മ എടുക്കാം നമുക്കെന്നാ. വാ, ഇറങ്ങി വാ പതിയെ. ഈശോപ്പേ. അപ്പം ഇന്ന് ഞാനും പൊന്നൂസും കൂടെയാണ്. പതിയെ ഇതേ പിടിക്ക്, പറിച്ചെടുക്കാം. എടുക്കാം. ഒയ്യടാ, പകുതി വെച്ച് പൊട്ടിപ്പോയി, പണിയായില്ലോ. സാരമില്ല, നമുക്കതും കൂടെ എടുക്കാം കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയും കൂടെ എടുക്കാമല്ലേ. അത് ഇതതിൻ്റെ പഴയതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് മൊത്തം അവിടെ ഇരുന്നേ. അമ്മ നോക്കട്ടെ കേട്ടോ. ഒരു പണി കിട്ടി. മറിക്കുമ്പോൾ മറിക്ക്. അവിടെ വച്ചിട്ട് പോകണം. എങ്ങനെയാണ് നമ്മൾ പറിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ആ കാച്ചിലിൻ്റെ വള്ളി അതിലേക്ക് കയറിപ്പോയത്. വാക്കത്തി എന്ത് ചെയ്യണം? വാക്കത്തിക്ക് ഒന്ന് കുത്തി വെക്കണം. തൂമ്പയും വാക്കത്തി എന്തൊക്കെയെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ പൊന്നു? ചുമ്മാ ഇതിവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. ഇത് പിന്നെ കാച്ചിലൊക്കെ കിട്ടിയ വെറുതെ കളയില്ല ദൈവമേ. ഇത് ഒത്തിരി അടിയിലേക്കുണ്ടേ. എന്നാൽ ഇന്നത്തെ പണി ഇത് തന്നെയായിരിക്കും എൻ്റെ, അല്ലേ പൊന്നോ? ഇത് കിട്ടാണ്ട് പുറകോട്ടില്ല പൊന്നു. എവിടെ പൊന്നതേ മുറ്റത്ത് കയറി നിൽക്കുക. ഞാൻ കിട്ടാറാവുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. നട്ട സാധനം ഉണ്ടായി എന്ന് പറയ്ക്കാനുള്ള കഷ്ടപ്പാടല്ലേ. ഉണ്ടാവാതിരുന്ന അതിന് വിഷയം, ഉണ്ടായാലും വിഷയം. അയ്യോ, മടുത്തു. എന്തായാലും തോൽവി സമ്മതിക്കില്ല. എടുത്തിട്ട് പൊന്നോ, നമ്മൾ കമ്പിക്ക് കുത്തി സംഗതി. അയ്യന കണ്ടോ നമ്മുടെ കാച്ചിങ്? അതെ, ഇതും കൂടെ ഉണ്ട് കേട്ടോ. അയ്യോ, ഇനിയൊരിതും കൂടെ ഉണ്ട്, അവിടെ കിടക്കട്ടെ കേട്ടോ. ഞാനിതിൻ്റെ അതിലൊരു നോക്ക് ഇവിടെ വെച്ച് ഒരു ചെറിയ കഷ്ണമായിട്ട് ഞാൻ കട്ട് ചെയ്യും കേട്ടോ. അതെ, ഇത് ഞങ്ങൾ നടുവും കൂടെ ചെയ്താൽ എളുപ്പമുണ്ട്. അപ്പോൾ ഈ കുഴിയിലേക്ക് തന്നെ ഞാൻ ഇത് വെക്കുവാണേ. ഇത് വെച്ചിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ചാണകപ്പൊടിയൊക്കെ ആയിട്ട് ആദ്യം റെഡിയായിട്ട് വന്നപ്പോഴാണ് നമ്മുടെ കമ്പി ഇല്ലാത്തതുകൊണ്ട് സംഗതി നടന്നില്ലല്ലോ. ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ചപ്പിട്ട് കൊടുക്കണം.
കുറച്ച് ചപ്പിട്ട് കൊടുക്കും. അപ്പം ഇപ്പോഴേ ഇത് ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ നമുക്ക് ഒരു പണി എളുപ്പമുണ്ടല്ലേ. കുറച്ച് ഈ മണ്ണ് മൊത്തമൊന്നും അതിൻ്റെ മേളിലേക്ക് ഇടണില്ല കേട്ടോ. പതിയൊന്ന് മൂടിക്കൊണ്ട് അപ്പോൾ അതെ നമ്മുടെ പറിക്കലും കഴിഞ്ഞു, നടിയിലും കഴിഞ്ഞു. ഇനി അടുത്ത വർഷം നോക്കിയാൽ മതി പറിക്കാൻ നേരത്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ കാച്ചിൽ പുഴുങ്ങിയും മെഴുക്കുവരട്ടിയായും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ, നാളെ കാണാം. രാവിലെ മുറ്റത്തിൻ്റെ താഴെ ഒരു മണ്ണിരേനെ കണ്ടത്. ഒരു വലിയ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് വീഡിയോ എടുത്ത കേട്ടോ. ഇത്ര ലെങ്ത് നോക്കി മണ്ണിരയുടെ. നമ്മൾ മണ്ണിലൊക്കെ കിളയ്ക്കുമ്പോൾ മുറിഞ്ഞ് 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 പോണില്ലേ. നമ്മുടെ പന്നിക്കുട്ടൻ രാവിലെ തന്നെ തീറ്റ കൊടുക്കാൻ വേണ്ടി സൗണ്ട് കേൾപ്പിക്കണ്ട കേട്ടോ. അയ്യോ, ഇതെന്താ ഇത്, എന്ത് ലെങ്ത്താ നോക്കണേ. അതിങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ, കണ്ടോ. അത് പോണുണ്ടോ? അയ്യോ, ഇതതിനൊരു ബുദ്ധിമുട്ടായ പരിപാടിയാന്ന് തോന്നുന്നു. ഇതെവിടെയെങ്കിലും തടഞ്ഞാൽ പിന്നെ തീർന്നില്ലേ. ഇതുണ്ടോ, അതെന്നേരം അവിടെ പതിയെ അനക്കിപ്പോൾ അത് റിട്ടേൺ ബാക്കി പോകണുണ്ടോ. അത്രയും ലെങ്ത് അങ്ങ് കുറയുകയും ചെയ്തേ. ഇതിൻ്റെ രണ്ട് സൈഡും തലയാണോ? പണ്ടൊന്നും നമ്മുടെ കാന്താരിക്ക് മാർക്കറ്റിൽ ഡിമാൻഡൊന്നും ഇല്ലായിരുന്നു അല്ലേ. ഇപ്പം നമ്മുടെ കാന്താരിക്ക് നല്ല വിലയാട്ടോ മാർക്കറ്റിൽ. അപ്പം ഞാൻ കാന്താരി മുളക് പറിച്ച് ഉപ്പിലിടണയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എനിക്ക് കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും കാന്താരി ഒന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ ഉള്ളപ്പോൾ നമുക്ക് ഉണക്കി സൂക്ഷിക്കുകയോ ഉപ്പിലിട്ട് സൂക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അച്ചാറിടുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ സൂക്ഷിക്കുക അല്ലേ. ഞാനിപ്പോൾ ചെയ്യണേ വിനാഗിരിയിൽ ഉപ്പിലിടുക കേട്ടോ ചെയ്യണേ. കാന്താരി ഉപ്പിലിടാൻ വേണ്ടി ഏറ്റവും നമുക്ക് വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം വേണം, പിന്നെ വിനാഗിരി വേണം. വിനാഗിരിയും തിളപ്പിച്ചാറിയ വെള്ളവും ഈക്വൽ പോർഷനിലായിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യണത് വിനാഗിരി മാത്രം എടുക്കണുള്ളൂ. ഇതേ ഞാൻ ഈ ബോട്ടിൽ ഇത് ഉപ്പിലിടാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് പറയുമോ, ചില്ല് ബോട്ടിൽ. അപ്പം ഞാൻ ഈ ബോട്ടിലേക്ക് ഇതിൻ്റെ പകുതിയോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇതാ, ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ പൊടിയുപ്പാണ് ഇടുന്നത്. ഉപ്പ് നന്നായിട്ടൊന്ന് ലയിക്കണം. ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി ഉപ്പിൻ്റെ അംശം ഇതിൽ കാണാൻ പാടില്ലാത്തവിധം ഉപ്പ് ഇതിൽ ലയിച്ചു വന്നിട്ടോ. ഒരു 2 സെക്കൻഡ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ട് ലയിച്ച് വരും കേട്ടോ. എന്നാൽ പൊന്നൊരു പാട്ട് പാടാൻ തോന്നും, ഉറങ്ങി എണീറ്റിരിക്കണേ കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ കാന്താരി ഇട്ട് കൊടുക്കുക. കണ്ടോ, നല്ല വലിയ കാന്താരി കേട്ടോ. നമ്മുടെ ചോറൊക്കെ ഉണ്ണാൻ നമ്മുടെ കാന്താരി ഉപ്പിലിട്ട് കൂട്ടി ചോറിന് കൊതിയാവും അല്ലേ. ഇതുണ്ട്, അത്ര വലുതാട്ടോ. അപ്പം ഞാൻ ഞെടുപ്പൊന്നും കളയണില്ല, ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതെന്നാന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, നന്നായിട്ട് കഴുകി ഉണങ്ങിയതായിരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. നമ്മളെടുക്കുന്ന സ്പൂണിലാണെങ്കിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയ ബോട്ടിലുമായിരിക്കണം മുളകും, നല്ല ഡ്രൈ ആയിരിക്കണം എടുക്കണ സ്പൂണും, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. ഇനി ഇത് ഇങ്ങനെ ഇട്ടിട്ട് എടുക്കേണ്ടത് ഏകദേശം 1 മാസമൊക്കെ കഴിയുമ്പോഴാണ് എടുക്കാൻ പാകമാകുക. ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം സ്പൂണിന് താത്തി ഇടുക. അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതലുള്ളപ്പോൾ എന്താ പൊന്നു ഉറക്കം കഴിഞ്ഞ് കിറങ്ങി വന്നിരിക്കണേ. കിറങ്ങിയാണോ ഫ്രഷായിട്ടാണോ വന്നേക്കണേ? ഉറക്കം അത്ര ഇത്തിരി താമസിച്ചാട്ടോ ഉറങ്ങി. അതുകൊണ്ട് അങ്ങ് ഓക്കെ ആയില്ല അല്ലേ പൊന്നെ? ഓക്കെ ആയോ? ആരാ മുളക് പറിക്കാൻ കൂടി അമ്മയുടെ കൂടെ? പൊന്നൂസ് കേട്ടോ. അമ്മയുടെ കൂടെ മുളക് പറിച്ചതാ അമ്മയുടെ പൊന്നൂസ് കണ്ടോ. അപ്പം ഞാനിതിങ്ങനെ കുത്തി സ്പൂണിന് തിക്കി പൊളിച്ചിട്ടുണ്ട്. ഈ വെള്ളവും മുളകും കൂടെ സെയിം ലെവലിൽ നിൽക്കണം കേട്ടോ. സെയിം ലെവൽ കണ്ടോ. ഇപ്പം ഇത് സെയിം ലെവലിൽ വന്നിട്ടുണ്ട് കണ്ടോ. കുറച്ചും കൂടെ ഉണ്ട്. ഇതിന് തിക്കി പൊളിക്കാം. താഴേക്ക് സ്പൂണിന് തിക്കി പൊളിച്ചാൽ മതി. പൊന്നു മിഠായി ഉണ്ടോ? ഇത് തപ്പാൻ കയറിഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന്
അടച്ചു വയ്ക്കുക. ഇനി ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കിതെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കാന്താരിയുടെ കളറൊക്കെ ഈ ഗ്രീൻ പോയി ഒരു യെല്ലോ കളറായി വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇതെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ചോറിനാനൊക്കെ ഒരു സ്പൂൺ അങ്ങ് എടുത്ത് ഇച്ചിരി വെള്ളവും അതിൻ്റെ ഒരു കാന്താരിയും കൂടെയൊക്കെ കൂട്ടിയ ചോറുണ്ണാൻ അടിപൊളി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.